ദ്രോണാചാര്യരെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെയാ സർ വിലയിരുത്തുന്നത്? ഇത്രയും കാലത്തൊരു അധ്യാപന ഓർമ്മകൾ വെച്ചുകൊണ്ട്. അതെയല്ല, പാഠനം എന്ന് പറഞ്ഞത് നന്നായിട്ട് ശിഷ്യന്മാരുടെ യോഗ്യതകൾ കണ്ടറിഞ്ഞിട്ട് അവരിലേക്ക് സംക്രമിപ്പിക്കാൻ പറ്റുക. ചുമ്മാ ശിഷ്യന്മാരെ എല്ലാം ഒരുപോലെ പഠിപ്പിക്കലല്ലോ, അവരുടെ ഉള്ളിലിരിക്കുന്ന യോഗ്യതകൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. ഇപ്പം ഒരു ദിവസം ഒരാൾക്ക് ഒന്നും അന്ന് ശീലിക്കാനുള്ള മനസ്സില്ല എന്ന് കണ്ടാൽ അന്നൊന്നും പഠിപ്പിക്കണ്ട, അന്ന് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാം. ഇത് ആ ക്ലാസ്സിൽ ചെന്നതിന് ശേഷം ആ ആചാര്യം നിശ്ചയിക്കുന്നതാണ്. അല്ല നേരത്തെ അതിനുവേണ്ടി ഒരു വലിയ നോട്ട് തയ്യാറായിക്കൊണ്ട് ഒരിക്കലും ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയാണ്, നോട്ടിന് എന്താ പാഠങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ക്ലാസ്സുകളാണ്. ഇതിങ്ങനെ കാരണം ഇത് എത്ര പഠിപ്പിച്ചാലും അധ്യാപകൻ ക്ലാസ്സിൽ ചെല്ലുമ്പം അവരുടെ മുഖഭാവം കണ്ട് അപ്പോഴാണ് നിശ്ചയിക്കുക എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്ന്. അത് നേരത്തെ വിലയിരുത്താൻ പറ്റില്ല. ഇതൊരു ദ്രോണാചാര്യ എന്ന ആചാര്യത്വം ശരിക്കും അദ്ദേഹത്തിൽ പ്രകടമാണ്. ഓരോ ശിഷ്യന്മാരുടെയും വകഭേദങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ യോഗ്യത അനുസരിച്ച് അവർക്ക് ഉപദേശിച്ചു കൊടുക്കാനുള്ള, അതാണ് പാത്രം അറിഞ്ഞു വേണം എന്ന് പറയാൻ കാരണം. ഈ പാത്രബോധം നന്നായിട്ടും ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യമാണ്. അതുകൊണ്ടാണ് കർണന് ഈ ബ്രഹ്മാസ്ത്രം അതിൻ്റെ പ്രയോഗവിദ്യ പറഞ്ഞു കൊടുക്കായിരുന്നു എന്നും പറയുന്നുണ്ട്. കർണന് പറഞ്ഞു കൊടുത്തില്ല, അർജുനന് പറഞ്ഞു കൊടുത്തു ബ്രഹ്മശിരോരസ്ത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അതിൽ പരിഭവിച്ചിട്ടാണ് പരശുരാമനെ കണ്ടെത്തിയിട്ട് അവിടെ പോയി ശിഷ്യത്വം മേടിച്ച് അവിടുന്ന് കള്ളം പറഞ്ഞും പ്രവർത്തിച്ചും ഒക്കെ ഗുരുത്വദോഷം മേടിച്ചു വന്നത്. അവിടെ ഗുരുത്വദോഷം എന്നൊരു പ്രധാന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഗുരുത്വമാണെന്ന് പറയും. അവിടെയൊക്കെ ഗുരുത്വം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ്. വിദ്യ ഒരിക്കലും ഗുരുത്വം നഷ്ടപ്പെട്ടിട്ട് പഠിക്കേണ്ടതല്ല, ഗുരുത്വം വേണം എല്ലായിടത്തും, എന്നാലേ അവൻ ശോഭിക്കുള്ളൂ. ഈ ദ്രോണരുടെ അർജുന പക്ഷപാതിത്വം അത് തന്നെ ആയിരിക്കുമല്ലേ? അർജുനന്റെ ഈ ക്വാളിറ്റി കണ്ടുകൊണ്ട് അർജുനന്റെ കഴിവ് തന്നെക്കാൾ കഴിവുള്ളവനാണ് അർജുനന് കണ്ടു. അപ്പോഴാണ് അതിമറന്ന് എല്ലാം ഉപദേശിച്ചു കൊടുക്കുകയാണ്, പിന്നെ ഒന്നും നോക്കുന്നില്ല. അതൊരു ആചാര്യൻ്റെ ഏറ്റവും വലിയൊരു മഹാത്മ്യമാണ്. അറിയാതെ പറഞ്ഞു കൊടുത്തു, ശിഷ്യൻ യോഗ്യനാണ്, ചോദിക്കുന്ന ചോദ്യങ്ങളും യോഗ്യതയും നന്നായിട്ട് കണ്ടാൽ ശരിക്ക് താൻ ഉദ്ദേശിക്കുന്ന കൂടുതൽ ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കാൻ പറ്റും. അങ്ങനെ കിട്ടിയ ഒരു ഉത്തമ ശിഷ്യൻ. അത് അർജുനൻ മാത്രമല്ല, ഇങ്ങനെയുള്ള ഗുരുപാരമ്പര്യത്തിൽ ഒത്തിരി പേരങ്ങനെയുണ്ട്.